OnePlusന്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് ഡിവൈസാണ് OnePlus Nord 5. അപ്പോൾ OnePlus Nord 4 നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് ആയിരുന്നു കഴിഞ്ഞ വർഷം ഓഫർ ചെയ്തത്. അതിൻ്റെ ഒരു സക്സസർ ആയിട്ടാണ് OnePlus Nord 5 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് നമുക്ക് പറയാം. ഇത് പവർ ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8s Gen 3 ആണ്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ സോണി ലൈറ്റ് 700 സെൻസറാണ്, 50 മെഗാ പിക്സൽ ഷൂട്ടറാണ്. അതുകൂടാണ്ട് തന്നെ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ റിയർ ക്യാമറയിൽ സപ്പോർട്ടഡ് ആണ്. പിന്നെ നമുക്ക് സെൽഫീസ് എടുക്കാനാണെങ്കിൽ അതും ഒരു 50 മെഗാ പിക്സൽ സെൻസറാണ്. സാംസങ്ങിൻ്റെ JN5 സെൻസറാണ് 50 മെഗാ പിക്സൽ ഷൂട്ടർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് ഓട്ടോ ഫോക്കസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. വേറൊരു ഫീച്ചർ എന്താ വെച്ചാൽ ഇതിൽ റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് 4K റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണെന്നുള്ളത് മറ്റൊരു ഫീച്ചറാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ആവശ്യമായ ഒരു ഫീച്ചറും കൂടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം OnePlus Nord 5 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഈ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ അൺബോക്സിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയ ക്യാമറയെ കുറിച്ച് പറയുന്നതാണ്. കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ് നമ്മൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഈ ഫോൺ യൂസ് ചെയ്തിട്ട് എടുത്തതാണ്. വീഡിയോ റെക്കോർഡിംഗ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ക്യാമറയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.